ക്ഷമയില്ലായ്മ മൂലം അകാലത്തിൽ മുട്ടപൊട്ടിച്ച് സ്വന്തം മകൻ്റെ അംഗവൈകല്യത്തിന് തന്നെ കാരണക്കാരിയായി തീർന്ന വിനത ആ മകനായ അരുണൻ്റെ ശാപം മൂലവും സ്വന്തം കൂടപ്പിറപ്പായ കദ്രുവിൻ്റെ വഞ്ചന മൂലവും ആ കദ്രുവിൻ്റെ തന്നെ ദാസിയായി മാറുന്നു. എന്നാൽ പിറക്കാൻ പോകുന്ന തൻ്റെ രണ്ടാമത്തെ മകൻ തന്നെ ദാസ്യത്തിൽ നിന്നും മോചിപ്പിക്കും എന്ന ഈശ്വര നിശ്ചയവും സ്വതസിദ്ധമായ ഹൃദയശുദ്ധിയും വിനതയെ ആ സാഹചര്യത്തെ സംയമനത്തോടെ നേരിടുവാൻ പ്രാപ്തയാക്കുകയായിരുന്നു. കദ്രുവാകട്ടെ വിനതയോട് യാതൊരു ദാക്ഷിണ്യവും കാണിച്ചുമില്ല. കേവലം ഒരു വേലക്കാരിയോടെന്നതുപോലെ വിനതയോട് പെരുമാറി. ഒരു പരാതി പോലും പറയാതെ വിനത ആജ്ഞകൾ അപ്പാടെ അനുസരിക്കുകയും അവളുടെ കുഞ്ഞുങ്ങളെ പരിപാലിക്കുകയും ചെയ്തു. കശ്യപ മഹർഷി ദീർഘകാലമായുള്ള തപസ് കഴിഞ്ഞു വന്നപ്പോൾ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയെങ്കിലും ഇതിലൊന്നും ഇടപെടാതെ എല്ലാം വിധിഹിതം ആണെന്ന് കരുതി സ്വന്തം കർമ്മങ്ങളിൽ വ്യാപൃതനായി. കാലം ആർക്കുവേണ്ടിയും കാത്തുനിൽക്കാതെ കടന്നുപോയി. വർഷം 500 കഴിഞ്ഞു. ആരുമറിയാതെ ഒരിടത്ത് ഭദ്രമായി വിനത സൂക്ഷിച്ചു വച്ചിരുന്ന അവളുടെ രണ്ടാമത്തെ മുട്ട വിരിഞ്ഞു. അത്യുജ്വല പ്രഭാവത്തോടെ ആ മുട്ടയിൽ നിന്നും പിറവിയെടുത്ത വിനതയുടെ രണ്ടാമത്തെ പുത്രനാണ് ഗരുഡൻ. ജനിച്ച ഉടനെ തന്നെ അവൻ പൂർണ്ണ വളർച്ച പ്രാപിച്ചവനായി തീർന്നു. ഗരുഡൻ്റെ പിറവിയിൽ ലോകം മുഴുവൻ വിളങ്ങിയ അഗ്നിസമാനമായ തേജസ്സു കണ്ട് മഹർഷിമാരും ദേവന്മാരും അത് അഗ്നിദേവൻ്റെ പ്രഭാവമാണെന്ന് കരുതി അഗ്നിഭഗവാനെ സ്തുതിക്കുവാൻ ആരംഭിച്ചു. എന്നാൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് ആ തേജസ്സിൻ്റെ ഉറവിടം താനല്ല എന്നും വിനതയുടെ പുത്രനായ ഗരുഡൻ്റെ പ്രഭാവമാണ് അവർ കണ്ടതെന്നും ധരിപ്പിക്കുന്നു. ഒടുവിൽ അവർ ഗരുഡ ഭഗവാനെ സ്തുതിച്ച് ബ്രഹ്മാണ്ടം മുഴുവൻ നിറഞ്ഞ ആ തേജസ്സിനെ ഗരുഡനിൽ തന്നെ ലയിപ്പിച്ചു. തൻ്റെ പുത്രൻ ജനിച്ച വിവരമറിഞ്ഞ വിനത അതീവ സന്തോഷവതിയായി തീർന്നു. അവൾ അങ്ങോട്ട് പോകുന്നതിനു മുൻപേ ഗരുഡൻ മാതാവിനെ തേടി വിനതയുടെ സമീപത്ത് എത്തിച്ചേരുകയാണ്. പുത്രൻ്റെ ദർശനമാത്രയിൽ തന്നെ സർവ്വദുഃഖങ്ങളും മറന്നു വിനത. ജീവിതത്തിൻ്റെ സഹനങ്ങൾക്കിടയിൽ അവൾ മാതൃത്വത്തിൻ്റെ അനുഭൂതി അറിയുന്നു. കദ്രുവിന് പക്ഷേ ഗരുഡൻ്റെ വരവിൽ ഈർഷ്യയാണ് ഉണ്ടായത്. ജ്യേഷ്ഠമാതാവിനെ എല്ലാ ബഹുമാനങ്ങളോടെയും അവൻ പ്രണമിച്ചെങ്കിലും അവനെ അനുഗ്രഹിക്കുവാനോ പരിഗണിക്കുവാനോ അവൾ കൂട്ടാക്കിയില്ല. ഗരുഡൻ മാതാവിനൊപ്പം താമസം തുടങ്ങി.